മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. എന്താ കൊണ്ടാണെന്നറിയണ്ടേ? കണ്ടോ, കപ്പളങ്ങാപ്പഴം കൊണ്ട് നമുക്കുണ്ടാക്കാം. ആദ്യം കപ്പളങ്ങ മുറിച്ച് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയ ശേഷം അതിൻ്റെ ഉള്ളിലത്തെ നമുക്കിതാ ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. മിക്സി ഒന്നും വേണമെന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്കതിൽ ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും വേണ്ട കേട്ടോ, നല്ല മധുരമുള്ളതാണ്. ഇത് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്നുകൂടെ അടിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ജ്യൂസാണ്, ഒരു മായയില്ലാത്ത ജ്യൂസാണ്. നമ്മുടെ വീട്ടിലുണ്ടായ കപ്പളങ്ങയാണ്. നമുക്കത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാ, അതല്ല സൂപ്പർ ജ്യൂസ്. കപ്പളങ്ങാപ്പഴം കൊണ്ട് ജ്യൂസ് അടിച്ചത് ഒന്ന് കുടിച്ചു നോക്കിയാലോ? കുടിച്ചു നോക്കാം. ആരെങ്കിലും കൂടുന്നുണ്ടോ? ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ടാണ് നമുക്കുണ്ടാക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ജ്യൂസ്. എന്ത് രുചിയാണെന്നറിയാമോ? തണുപ്പ് വീട്ടിലാണെങ്കിൽ ഇച്ചിരി ഐസിൻ്റെ ഇത് ഇട്ടാൽ മതി, ഐസിൻ്റെ കട്ട. അല്ലെ ഫ്രിഡ്ജിൽ ഇച്ചിരി നേരം വെച്ചിരുന്നാലും മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ഇപ്പോഴൊക്കെ വരാമെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ട് പോകാം. കപ്പളങ്ങ പഴത്തിൻ്റെ ജ്യൂസ്. ഇതുണ്ടാക്കേണ്ട രീതി ഒന്നും കൂടെ പറയാം. കപ്പളങ്ങ മുറിച്ച ശേഷം അരി മാറ്റി കളയുക. എന്നിട്ട് നല്ലൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഏലക്കായ ഇടുക. മധുരം അതിമധുരം വേണ്ടിയവർക്ക്, ഇതിന് മധുരം ഉണ്ട്, അതിമധുരം വേണ്ടിയവർക്ക് പഞ്ചസാര ചേർക്കുക. ഇച്ചിരി ഏലക്കായും പൊടി ചേർക്കുക. ഗ്ലാസ് പാലൊഴിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ജ്യൂസാക്കി കുടിക്കുക. സൂപ്പർ കപ്പളങ്ങാപ്പഴം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയത്.